ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണോ? ഇത് ബ്രസീലിലെ തന്നെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലവിധ അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ കഴിയും. നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് സാന്റോസിൻ്റെ സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി പരിക്കുകൾ ഒന്നും പറ്റാതെ തുടർച്ചയായി കളിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് നെയ്മർക്കുള്ളത്. ഏതായാലും അടുത്ത വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന മുൻ ബ്രസീലിയൻ താരമായിരുന്ന കയോ റിബൈറോ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. നെയ്മർ ജൂനിയർക്ക് ഒരു ഉപദേശം നൽകുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതായത് വേൾഡ് കപ്പാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ സ്വയം ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് കയോ റിബൈറോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്താൽ അത് വർത്താകുമോ അതല്ലെങ്കിൽ മുതലാകുമോ എന്നുള്ളത് സുഹൃത്തായ മെസ്സിയെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ. മെസ്സി വേൾഡ് ചാമ്പ്യനാണ്. അപ്പോൾ മെസ്സി പറഞ്ഞു തരും വേൾഡ് കപ്പിന്റെ മൂല്യം എന്താണ് എന്നാണ് ഇപ്പോൾ കയോ റിബൈറോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ, നിങ്ങളെ ബ്രസീലിന് ആവശ്യമുണ്ട്. ഇനി വേൾഡ് കപ്പിന് കേവലം 6 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഉപേക്ഷിക്കൂ, എന്നിട്ട് സ്വയം ഡെഡിക്കേറ്റ് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്താണല്ലോ മെസ്സി. മെസ്സിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു നോക്കൂ, ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്താൽ അത് മുതലാകുമോ എന്ന് ചോദിച്ചു നോക്കൂ. കാരണം മെസ്സി ഒരു വേൾഡ് ചാമ്പ്യനാണ്. മെസ്സിക്ക് അറിയാം വേൾഡ് കപ്പിന്റെ മൂല്യം. ഇതാണ് കയോ റിബൈറോ പറഞ്ഞിട്ടുള്ളത്. അതായത് മെസ്സിയോട് ഉപദേശമൊക്കെ തേടിക്കൊണ്ട് നെയ്മർ ജൂനിയർ വരുന്ന വേൾഡ് കപ്പിന് വേണ്ടി തയ്യാറെടുക്കണം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം, സ്വയം ഡെഡിക്കേറ്റ് ചെയ്യണം, വേൾഡ് കപ്പ് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് മുൻ ബ്രസീലിയൻ താരമായിരുന്ന, മുൻ സാന്റോസ് താരമായിരുന്ന കയോ റിബൈറോ ഇപ്പോൾ നെയ്മറോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ ലക്ഷ്യം വേൾഡ് കപ്പ് തന്നെയാണ്. ഏറ്റവും മികച്ച രൂപത്തിൽ വേൾഡ് കപ്പിലേക്ക് എത്താനാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.